യൂട്യൂബിൽ നിന്നൊക്കെ അധികം വീഡിയോസ് ഇടാതിരുന്നിട്ട് പോലും പലരും നിങ്ങൾക്ക് എതിരായിട്ടൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അത് റിലേറ്റഡ് ഒന്നുമില്ല. പക്ഷെ വേറെ ആളുകളൊക്കെ വീണ്ടും അപ്പൊ നിങ്ങൾ അതിന് റിപ്ലൈ ആയിട്ടൊക്കെ വീഡിയോസ് കൊടുക്കുന്നുണ്ട് ചില വീഡിയോ ഒക്കെ ഇടുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ ഒരു പൊന്നൂസിനെ പറ്റി പറഞ്ഞ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് അതും ഇതേപോലെ എന്റെ ഒരു ഫ്രണ്ടാണ്, എനിക്ക് അതിനെ പറ്റി അറിയില്ല, പറഞ്ഞോന്ന് അറിയില്ല. ഒരു പെൺകുട്ടി ഉണ്ട്, ആ പെൺകുട്ടിയുടെ അടുത്ത് അവൻ എന്തോ ഇവളെ പറ്റിയിട്ടും വേറെ കുറച്ച് യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടും മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറെ ഈ യൂട്യൂബേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഒരാള് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ മെസ്സേജ് സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടാണ് മെസ്സേജ് അയച്ചതിനെ പറ്റിയിട്ട്. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കറക്റ്റ് ആ കുട്ടിക്ക് മെസ്സേജ് അയക്കണതും ആ കുട്ടിക്ക് വിളിക്കണമൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് തന്നെ ഞാൻ എന്റെ ചാനലിൽ പോസ്റ്റ് ആക്കിയിട്ടാണ് വന്നത്. ആ കുട്ടി പറയണത് മറ്റേ 3 വർഷം മുന്നേ മെസ്സേജ് അയച്ച കാര്യമാണെന്നൊക്കെയാണ് പറഞ്ഞ കാര്യ. പിന്നെ ഇപ്പൊ അവര് തമ്മിൽ എന്തോ ഇഷ്യൂ ആയി പിരിഞ്ഞപ്പോ മറ്റേ ആ കുട്ടി പോയിട്ട് ഇപ്പോ അവന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവ എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ അത് 3 വർഷം മുന്നേ 2 വർഷം മുന്നുള്ള കാര്യം ഇപ്പൊ പോയി പറയേണ്ട ആവശ്യം അവർക്കില്ല. പിന്നെ അതിന്റെ ബേസിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോ വേറൊരു യൂട്യൂബിലത്തെ ഒരു സ്ത്രീനെ വിളിച്ചിട്ട് എന്നോട് ഓരോന്നൊക്കെ പറയുകയോ ചെയ്തു, ഞാനും സംസാരിക്കുകയോ ചെയ്തു. പിന്നെ അവർ അതിന്റെ പേരിൽ അങ്ങനെ കേസ് കൊടുത്തു. പിന്നെ അതങ്ങനെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടോ ഞാന്. ലേഡി നിങ്ങളുടെ എതിരായിട്ട് ഫസ്റ്റ് ടൈം ആണോ വീഡിയോ ഇടുന്നത്? എനിക്കവരറിയില്ല, എനിക്ക് അറിയുന്നില്ല. എനിക്ക് അന്ന് പൊന്നൂസാണ് മറ്റേ അവരുടെ വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചിരുന്നത്. നമ്മളെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് അയച്ചിരുന്നത്. അന്നാണ് അവരെനിക്ക് അറിയണത്. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പിറ്റത്തെ ദിവസം അന്ന് രാത്രി തന്നെ തോന്നുന്നു അവരെനിക്ക് വിളിച്ചു. മറ്റേ ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ കേസ് കൊടുക്കും അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേസ് കൊടുക്കുമ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേസ് കൊടുത്ത് ഞാൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് തന്നെയായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടായത്. അവന്റെ 2 വർഷം 3 വർഷം മുന്നുള്ള കാര്യം നിങ്ങൾ എന്തിനു പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ പോലീസുകാർ ആ കുട്ടിയുടെ അടുത്ത് തന്നെ പറഞ്ഞു. എന്റെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അവര് എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞ പ്രശ്നമാണെന്ന് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് റെഡി ആയി. പിന്നെ അവരപ്പോ പറഞ്ഞു മറ്റേ വീഡിയോ ഒന്ന് പ്രൈവറ്റ് ആക്കിക്കളാം, ഡിലേ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അപ്പൊ ക്ലിയർ ആയില്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ആ വീഡിയോ അങ്ങനെ പ്രൈവറ്റ് ആക്കി അത് അവിടെ വിട്ടു. പക്ഷെ പിന്നെ ആ ഒരു സ്ത്രീ വീണ്ടും വീടിട്ട് തോന്നുന്നു. ഞാൻ പിന്നെ വരില്ല യൂട്യൂബിൽ അങ്ങനെ. എനിക്ക് പിന്നെ ഒന്നാമത് ഈ ഒരു നെഗറ്റീവ് കമന്റ് എന്നുള്ള സംഗതിയോട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ഇപ്പോ ട്രോള് വന്നാലും നെഗറ്റീവ് കമന്റ് എന്റെ ഫേസ്ബുക്കിലെ കമന്റ് ഒക്കെ എടുത്ത് നോക്കിയാണല്ലോ, അയ്യോ പെറ്റത്തള്ള സഹിക്കില്ല അങ്ങനത്തെ കമന്റ്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ഏക്കണില്ല, ഒരു പ്രശ്നമല്ല. ചില ആൾക്കാർ എനിക്ക് ഇപ്പോഴും ഓരോരുത്തർ മെസ്സേജ് അയക്കാറുണ്ട്, സുജന എങ്ങനെയാണ് ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ട് തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നത്. അയ്യോ സത്യം, ഞാൻ ആ സമയത്ത് ബൈക്കിന്റെ പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ എനിക്ക് കുറെ നെഗറ്റീവ് വന്ന സമയത്തൊക്കെ മറ്റേ ഇന്നന്ന് കുറെ ആൾക്കാർ സമാധാനിപ്പിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയാ അരുൺ സ്മോക്കിയൊക്കെ അന്ന് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്തിനോട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, നെഗറ്റീവ് കമന്റ് ഒക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ പിന്നെ അതിപ്പോഴും ഞാൻ അങ്ങനെ ആയി മാറി. ഞാനിപ്പോൾ അത് അങ്ങനെ തിരിച്ച് മറ്റൊരിടത്ത് പറയും. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. നമ്മൾ ഫുള്ള് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കും. ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആൾക്കാർ കമന്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ആ രീതിക്കാണ്, ഞാൻ എന്റെ രീതി എന്താണോ അതങ്ങനെ ചെയ്തു പോകും. ആൾക്കാരെന്താ പറയണെന്ന് പറയട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ കുറെ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടമുണ്ട്, അതുപോലെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് മൈൻഡ് കാണിക്കാറില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാനായിട്ട് ഒരാളെയും മോശം പറയാനോ കുറ്റം പറയാനോ ഞാൻ പോക്കില്ല. ഈ പൊന്നൂസിനെ സുജിനെ നിങ്ങളെ മാത്രം എന്തായിരിക്കും ടാർഗറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്റ്റോറീസ്? എനിക്കറിയില്ല, ഞാൻ കാർ എടുത്താ പ്രശ്നം, ഫോൺ എടുത്താ പ്രശ്നം, ഫുള്ള് എന്താ ഇരിക്കാൻ അറിയില്ല. മല്ലു ഫാമിലിയിലെ സുജിന് ഒരു വണ്ടി എടുത്തു, വണ്ടി എടുത്തു, 1.5 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തു. എനിക്കറിയില്ല, എല്ലാവരും വണ്ടി എടുക്കുന്നുണ്ട്, എന്താ അതിന്റെ പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ഞാൻ 2 ലക്ഷത്തിന്റെ ഫോൺ വാങ്ങി, 1.5 ലക്ഷത്തിന്റെ ഫോൺ വാങ്ങി, പ്രശ്നം അങ്ങനെയാണ് എങ്ങനെയാണ്, ഇവൻ ഓട്ടോ ഓടിച്ചേർന്നാണ്, അതാണ് ഇതാണ്, ഫുള്ള് പ്രശ്നം. പക്ഷെ അത് എന്താ പ്രശ്നം ചോദിച്ചാ ചിലപ്പോ അതേപോലെ നമ്മളെ പുഷ്പയില് മറ്റേ അല്ലർജുൻ പറയുന്ന പോലെ താഴെ തട്ട് കടന്നവന് മേലേക്ക് കയറി വരുമ്പോഴുള്ള ഇതായിരിക്കാം. അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ മൈൻഡ് കാണിക്കാറൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഇപ്പോ അതായത് നിങ്ങള് കുറെ വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവര് പിരിഞ്ഞു, ഡിവോഴ്സ് എന്നൊക്കെ ന്യൂസ് വരുമ്പോഴത്തേക്ക് വിഷമം വരൂലേ? ആൾക്കാരും പറയല്ലേ ഇപ്പോഴും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് പേര് മാറ്റി അവള് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരും കുറെ ആൾക്കാര് മെസ്സേജ് അയക്കണോ കമന്റ് ഇടണോ. ആൾക്കാർ ഞാൻ പറയാം, ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേര് മാറ്റി വെച്ചിട്ട് അതിന്റെ അർത്ഥം പിരിഞ്ഞു എന്നാണ് ആൾക്കാർക്ക് ഇങ്ങനെ. എനിക്കറിയില്ല, ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ സംസാരിക്കാൻ പോവുക, അതിനെപ്പറ്റി റിപ്ലൈ കൊടുക്കാൻ പോവുകയെ. ആൾക്കാർ ഇഷ്ടത്തിൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോഴത്തേക്ക് മെയിൻലി നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് നിങ്ങളുടെ ലൈഫ് മൊത്തം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതലാണ്. അപ്പൊ ഒരു ബ്രേക്ക് വരുമ്പോ മേ ബി ഇവരെ വിചാരം ഇവർ വീട്ടിൽ അടിയായോണ്ട് ആൾക്കാരൊന്നും അത്ര ശ്രദ്ധിക്കാന്നുള്ള എനിക്ക് മനസ്സിലായ ഒരു കാര്യം. എന്റെ പെങ്ങളുടെ കഴുത്തിലുണ്ടാ ഇപ്പഴല്ല പണ്ട് ഒരു ചെറിയൊരു മാല ഉണ്ടായിരുന്നു, ചെറിയ മാല പെങ്ങളെ കഴുത്തിൽ കടന്നിരുന്ന. അപ്പൊ അത് ഒരു വീഡിയോയില് വീഡിയോയിലല്ല, എന്റെ പെങ്ങളെ കഴുത്ത് കിടന്നിരുന്ന മാല ഒരു ദിവസം
എന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല കഴുത്തിൽ കിട്ടണമെന്ന മാല. അപ്പൊ അത് ഇതുപോലെ വീടിന്റെ സമയത്ത് ആൾക്കാർ അത് പറ്റി കമന്റ് ചെയ്തു, മറ്റേ ഇത് കുഞ്ചൂസിന്റെ കഴുത്ത് കിടന്ന മാലല്ലേ അന്ന്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അമ്മ മറ്റേ പൊന്നൂസിന്റെ തോളിൽ ഇങ്ങനെ കൈ വെച്ചപ്പോ ഇങ്ങനെ പെങ്ങളെ തോളിൽ കൈ വെച്ചിട്ട് എന്തോ പൊന്നൂസിനെ നീക്കിർത്തി എന്തോ ചെയ്തൊരു വീഡിയോയില്. അപ്പൊ ആൾക്കാര് പറഞ്ഞു മറ്റേ വത്സലാമ്മ അമ്മായിമ്മ പൂര് കാണിക്കാണ് മകളെ. അവൾക്കൊരു ചെറിയ 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 കാര്യങ്ങളടക്കം ഇതാക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് അല്ലാതെ കുറെ വരുമാന മാർഗങ്ങളുണ്ട്. അപ്പൊ പൊതുവെ ഞാനത് അങ്ങോട്ട് യൂട്യൂബ് അങ്ങോട്ട് പതുക്കെ നിർത്തി. എല്ലാരും വിചാരം ചിലപ്പം യൂട്യൂബ് മറ്റേ പൊളിഞ്ഞ് തീർന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും. യൂട്യൂബ് പൊളിഞ്ഞ് ഇപ്പൊ ഞാൻ ഇത്ര വണ്ടികളും ഇതൊക്കെ വാങ്ങിപ്പോ ഞാന് ഇഷ്ടം പോലെ എന്താ പറയാ പൈസ ആൾക്കാർക്ക്. അതായത് ഇപ്പൊ എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇപ്പൊ ഒരു 25,000 30,000 50,000 ഞാനിപ്പോ ഒരു റീൽസിന് ഒരു പേയ്മെന്റ് പറയാം. അപ്പൊ ഒരു 20,000 റുപ്യ ഒരു റീൽസിന് കിട്ടിക്കഴിഞ്ഞാല് ഞാൻ അതിലൊരു 5,000 റുപ്യ 10,000 റുപ്യ ആൾക്കാർക്ക് വെറുതെ കൊടുക്കും. ഇല്ലാത്ത ആള് പാവങ്ങൾ. ഞാൻ അതും കണ്ടന്റ് ആക്കാറുണ്ട്. അതായത് ആൾക്കാർ അത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പൈസ കിട്ടില്ല. ആൾക്കാരപ്പോ പറയും ഇത് പൈസ ഉണ്ടാക്കാനാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേയ്മെന്റ് കിട്ടില്ല. ആൾക്കാരെ വിചാരം ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ വരുമ്പോഴാണ്. അതെ അതെ, നമുക്ക് ഓരോ വീഡിയോസിന് വ്യൂസ് നല്ലതായിട്ട് കിട്ടുമ്പോൾ ആൾക്കാർ അതിന്റെ ബേസിൽ നമുക്ക് പ്രൊമോട്ട് കിട്ടും. അപ്പൊ ഞാൻ പറയില്ല, യൂട്യൂബിൽ എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ട് കറക്റ്റ് എടുത്തിട്ട് ബ്ലോഗ് പോലെ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാനുള്ളതന്നെ ഉള്ളൂ. ഞാനിപ്പോ എന്റെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ അങ്ങനെയാണ്. കാരണം ഞാൻ ഓട്ടോറിക്ഷ ഓടാൻ ഇറങ്ങണ സമയത്ത് 12 റുപ്യ ആയിരുന്നു മിനിമം ചാർജ്, വെറും 12 റുപ്യ. ഇന്നിപ്പോ ഞാൻ ഒരു റീലിട്ട കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എനിക്ക് പ്രൊമോഷൻ ബേസിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2-3 കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു മാസ വരുമാനം കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് യൂട്യൂബ് ഒന്നും അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേ അപ്പൊ പിന്നെ പൊതുവേ അതങ്ങോട്ട് പതുക്കെ നിന്നു. ആദ്യം പറഞ്ഞോ എനിക്കൊരു ആശ്രയം യൂട്യൂബ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. കാരണം യൂട്യൂബിന്റെ ഒരു പേയ്മെന്റ് നിന്നാൽ ഞാൻ കുണ്ടായി എനിക്ക് സ്വയം മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കേ മാറ്റാൻ. ആൾക്കാരെ പറയും ഇവൻ യൂട്യൂബ് ആദ്യത്തെ പോലെ ഓട്ടോറിക്ഷ ഓടാൻ ഇറങ്ങും. പക്ഷെ അതൊക്കെ ഒരു ആൾക്കാർ നെഗറ്റീവായിട്ട് പറഞ്ഞാലും അതൊക്കെ എനിക്ക് ഓട്ടോ ഓടാൻ ഇറങ്ങും. ആ ഒരു ഇതൊക്കെ ആൾക്കാർ എന്നെ കുത്തിയിട്ട് നെഗറ്റീവ് ഇട്ടതായിരുന്നെങ്കിലും പക്ഷെ അത് പിന്നെ എനിക്ക് മനസ്സിലായി ശരിയാണ്. കാരണം യൂട്യൂബത്തെ വരുമാനം നിന്നാൽ ഞാൻ ആദ്യത്തെ പോലെ മീൻസ് ചിലപ്പോൾ ഇനിയിപ്പോ പഴയ പണിക്കൊണ്ട് എനിക്ക് മടിയൊന്നുമില്ല. ഞാനിപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലേക്കൊക്കെ പോക്കുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ ഒരു വണ്ടിക്ക് അടവ് കാര്യങ്ങള് ചില കുറി അത് ഇത് ഒക്കെ നിക്കുന്നു തോന്നി അങ്ങോട്ട് വന്നത്. പക്ഷെ അപ്പൊ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ യൂട്യൂബ് അല്ലാണ്ട് തന്നെ ഞാന് ഹാപ്പിയാണ്. ശരിക്കും അതല്ല എപ്പോഴും ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സേഫ് ആൻഡ് സെക്യൂർ അല്ലല്ലോ. അതെ അതെ അതെ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറയല്ല ഇപ്പൊ അങ്ങനത്തെ ഒരു കിട്ടുന്നതിന്റെ ഒരു ഇത് ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ കൊടുക്കും. ഈ ചാരിറ്റി സംഭവങ്ങൾ വീഡിയോ ചെയ്യുന്നതും അതും ഇപ്പം ഇപ്പൊ ഞാൻ ഇപ്പൊ ഗിവ് അവേ അതിപ്പോ എല്ലാരും ചെയ്യുന്ന പോലെ അതിലൊക്കെ ഒരു പ്രൊമോഷൻ ഉണ്ട്. മറ്റേ ഗിവ് അവേ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്കൊരു പേയ്മെന്റ് എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അവരൊരു പേയ്മെന്റ് ഇപ്പൊ ഞാനൊരു പേയ്മെന്റിന് അപ്പൊ മറ്റൊരു ഗിവ് അവേ ചെയ്യും. അതിൽ നമുക്കൊരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഗിവ് അവേക്കും കുറെ നെഗറ്റീവ്സ് വരാറുണ്ട് ചില സമയം. ഗിവ് അവേസ് പിന്നെ അങ്ങനത്തെ വലിയ കുഴപ്പമില്ല തോന്നുന്നു എനിക്ക്. പിന്നെ കമന്റിന് പിന്നെ ആൾക്കാർ കൊടുക്കണില്ല അതില്ല. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് ലൈവ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അത് നമ്മള് അതിന്റെ ഇൻസ്റ്റാഗ്രാമിലല്ല നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ കൊടുക്കണതിനൊക്കെ പറ്റി കറക്റ്റ് ആക്കിയിട്ട് അതിൽ പോസ്റ്റ് ആക്കാറുണ്ട്. ചില ആൾക്കാർ അതിൽ പോസ്റ്റ് ആക്കില്ല, അതായത് അതിൽ കയറി നോക്കില്ല കൊടുക്കുക. ഇപ്പൊ ഞാനൊരു കഴിഞ്ഞ ആഴ്ച 50,000 റുപ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു 10 ആൾക്ക് 5,000 വെച്ചിട്ട്. അതൊക്കെ ചെറിയ ചെറിയ പ്രൊമോഷനാണ്. പക്ഷെ അത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ കൊടുക്കണം പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ പോണ്.